بسم الله الرحمن الرحيم. عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹമുള്ളവരെ, റമളാൻ നിലാവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7 വർഷമായി റമളാൻ നിലാവ് എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രങ്ങളും ചില പാഠ്യവിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമളാനിൽ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഈ വർഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചക പ്രവചനങ്ങൾ എന്ന ഹെഡിങ്ങിൽ മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞ സംഗതികളെക്കുറിച്ചാണ്. അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. സൂറത്തുൽ അൻആമിൽ 59-ാമത്തെ ആയത്തിൽ അദൃശ്യ വിവരങ്ങൾ അറിയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളോട് പറഞ്ഞു കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള ഒരാളും അദൃശ്യം അറിയുകയില്ല അല്ലാഹു അല്ലാതെ എന്ന് സൂറത്തുൻ നംലിൽ 65-ാമത്തെ ആയത്ത്. എനിക്ക് അദൃശ്യ വിവരങ്ങൾ അറിയുകയില്ല എന്ന് പറയണം എന്നും നബി തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ് വലാ അഖൂലു ലക്കും ഇന്നി മലക് ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. സൂറത്തുൽ അൻആമിൽ 6-ാമത്തെ ആയത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. 50-ാമത്തെ ആയത്തായി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് അദൃശ്യ വിവരങ്ങൾ ഇല്ല, എനിക്കത് അറിയുകയില്ല എന്ന്. മറ്റൊരു ആയത്തിൽ ഖുൽ ലാ അംലികു നഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ. സൂറത്തുൽ അഅറാഫിൽ 188-ാമത്തെ ആയത്ത്. ഞാൻ അദൃശ്യ വിവരങ്ങൾ അറിയുന്നവനായിരുന്നുവെങ്കിൽ നന്മകൾ എനിക്ക് ഒരുപാട് അധികരിപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന്. അതിൻ്റെയും സൂചന അദൃശ്യ വിവരങ്ങൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയുകയില്ല എന്നാണ്. എന്നാൽ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് അദൃശ്യ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചക ജീവിതകാലത്തു തന്നെ പലതും പുലരുകയും ചെയ്തിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ധാരാളമായി പുലർന്നു കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഗൈബ് അറിയുന്നവൻ. ആ ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളിലേക്കും അറിവ് നൽകുകയില്ല എന്ന്. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇല്ലാ മൻ ഇർതളാ മിൻ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാതെ എന്ന്. ഇല്ലാ മൻ ഇർതളാ, അതാരാണ്? മിൻ റസൂൽ, പ്രവാചകൻ ആണ് എന്ന്. സൂറത്തുൽ ജിന്ന് 26-27 ആയത്തുകളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിപ്പ് കൊടുക്കുകയാണ് എങ്കിൽ, അല്ലാഹു വിവരം നൽകുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയും, അത് പ്രവാചകൻ അല്ലാഹു അറിയിച്ചു കൊടുക്കും എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയ്യുൻ യറാ മാ ലാ യറന്നാസു ഹൗലഹു വയത്ലൂ കിതാബല്ലാഹി ഫീ കുല്ലി മഷ്ഹദി ഫഇൻ ഖാല ഫീ യൗമിൻ മഖാലത ഗായിബിൻ ഫതസ്ദീഖുഹാ ഫീ സഹവത്തിൽ യൗമി ഔ ഗദി.
ജനങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങൾക്കറിയാത്ത പലതും അറിയുന്ന ആളാണ് മഹാനായ നബി തങ്ങൾ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പ്രവാചകൻ പാരായണം ചെയ്യുന്നു. നബി തങ്ങൾ അദൃശ്യമായ ഒരു കാര്യം പറയുകയാണ് എങ്കിൽ അത് ഇന്നോ നാളെയായി പുലരുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിപ്പ് കൊടുക്കുകയാണ് എങ്കിൽ മഹാനായ നബി തങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരം ചില സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.